ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ മാങ്ങാ ചമ്മന്തി തയ്യാറാക്കാം. ഇപ്പോൾ മാങ്ങാ സീസണാണ്. ഈ മാങ്ങാ ചമ്മന്തിയിൽ നമ്മൾ തേങ്ങ അരയ്ക്കുന്നില്ല, മിക്സിയിലും അമ്മിയിലോ ഒന്നും വെച്ച് അരയ്ക്കുന്നില്ല. നമ്മൾ കൈവച്ച് തയ്യാറാക്കിയ മാങ്ങാ ചമ്മന്തിയാണ്. ചോറിനൊപ്പം കഴിക്കാൻ ഈ ഒരു മാങ്ങാ ചമ്മന്തി മാത്രം മതി. അത്രയും ടേസ്റ്റിയാണ് ഈ മാങ്ങാ ചമ്മന്തി. ഇതിനു വേണ്ടി അധികം പുളിപ്പില്ലാത്ത താളിമാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മാങ്ങാ സീസണാണ്. നമ്മൾ പലതരത്തിലുള്ള അച്ചാറുകളും മാങ്ങ വെച്ചിട്ട് അതുപോലെ മാങ്ങ വെച്ചിട്ടുള്ള കറികളൊക്കെ തയ്യാറാക്കാറുണ്ട്. മാങ്ങാ ചമ്മന്തി നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. പക്ഷേ ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു മാങ്ങാ ചമ്മന്തിയാണ്. ഇതിൽ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല. ഇത് ചോറിനോടൊപ്പം കഴിക്കാൻ വളരെ രുചികരമാണ്. ചോറിനോടൊപ്പം ഇത് മാത്രം മതി, മറ്റ് കറികളൊന്നും വേണ്ട. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചോറില്ലെങ്കിലും അവർ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ വെറുതെ കഴിക്കും. അത്രയും രുചികരമാണ് ഈ മാങ്ങാ ചമ്മന്തി. ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കുകയും ചെയ്യാം. ഒരുപാട് സമയം വേണ്ട. ഇതുപോലെ കുറച്ച് ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട്. ഞാൻ ഇതുപോലെ കുറച്ചതായി 2 മാങ്ങയ്ക്ക് ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി എത്രയും കൂടുതൽ എടുക്കുന്നോ അത്രയും നല്ലതാണ്. ഈ മാങ്ങയും ചെറിയ ഉള്ളിയും മാത്രം മതി. ഒരുപാട് സാധനങ്ങളൊന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല. ചെറിയ ഉള്ളിയെ നമുക്ക് ഇതുപോലെ കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. താളിക്കാനൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കും പോലെ കുഞ്ഞായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ചെറിയ ഉള്ളി എത്രത്തോളം കൂടുതൽ എടുക്കണോ അത്രയും ടേസ്റ്റിയാണ്. ഞാൻ ഇപ്പോൾ ഈ 2 മാങ്ങയ്ക്ക് ഇത്രയും ഒരു 10-15-20 ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിനെയും കൂടെ നമുക്ക് കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു ബൗളെടുത്ത് ഈ ബൗളിലേക്ക് ഈ കുഞ്ഞുള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ കുഞ്ഞുള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മാങ്ങയും ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മുളക് പൊടിയും ഉപ്പും മാത്രം മതി ഇതിലേക്ക്. ഇനി ഈ ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കൈ വെച്ച് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് തിരുമിയെടുക്കാം. വളരെ രുചികരമായ മാങ്ങാ ചമ്മന്തി റെഡിയായി. നമുക്ക് തേങ്ങയൊന്നും അരയ്ക്കേണ്ട, സ്റ്റൗ കത്തിക്കേണ്ട, മിക്സിയിലടിക്കേണ്ട. വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഒരു മാങ്ങ വെച്ച് തയ്യാറാക്കാം. ചോറിനോടൊപ്പം മാത്രമല്ല, നമുക്ക് വെറുതെ ആണെങ്കിലും ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെ തയ്യാറാക്കിയിട്ടുള്ള കൂട്ടുകാർ ഒന്ന് കമൻറ്റ് ചെയ്യണം. തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. തുടർന്നും ഞാനിടുന്ന വീഡിയോകൾ കാണുന്നതിന് വേണ്ടി എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.